ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രേണുവും ദാസേനും എനിക്ക് എതിരെ രംഗത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതുൽ, എല്ലാവർക്കും അറിയാമായിരിക്കും, അതുൽ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നോക്കാം. രേണുവിന് മുട്ടം പണി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ ആയിരിക്കും, തമ്മിലായിരിക്കും മെയിൻ. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിൽ എന്തൊക്കെയോ രേണു സുധുവിനെയും ദാസേട്ടനെയും കുറിച്ച് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ കാണാം. ദാസേട്ടനും വൈഫും തെറ്റി, വൈഫും രേണുവിനെ തല്ലി. ഒരു മലരൻ യൂട്യൂബർ, അവന്റെ പേര് മലരൻ യൂട്യൂബിലെ നിന്റെ അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ അതുൽ വ്ളോഗ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദാസേട്ടനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതില്. അപ്പം ദാസേട്ടൻ തിരിച്ചു പറയുന്നു, ദാസേട്ടനല്ല ദാസൻ, കോഴിക്കോട് ദാസൻ. കേട്ടാ മലരൻ. എടാ നാറി, എടാ പരനാറി, നീ എവിടത്തെ ദാസേട്ടനാടാ? നീ എവിടത്തെ ദാസേട്ടൻ? നീ ഒരു കോപ്പനുമല്ല, നീ ഒരു ദാസൻ, അത്രയും മതി. ദാസേട്ടൻ, നീ എവിടത്തെ ഏട്ടനാടാ? പരനാറി, പരമൂളെ. അവൻ ഏട്ടൻ പോലെ ഏട്ടൻ, ഒരു മലരൻ യൂട്യൂബർ. എന്നിട്ട് അവൻ പോയി വിളിയടാ നാറി. ദാസേട്ട, നീ കോഴിക്കോടിന് അപമാനമാണ്. കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിന്, ആ നാടിന് അപമാനമാണ്. പരനാറി, നീ ദാസേട്ടന്. നിന്നെ സ്വന്തമായിട്ട് നീ വിമൽ കുമാർ എന്ന് വിളിക്കുള്ള ഊളെ മര വാഴ മറ്റേ മോനെ. കണ്ട അപരാധങ്ങളും കണ്ട ഏപ്പടങ്ങളും പിടിച്ച് നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള കാട്ടപരാധികളെ ഞാൻ വിമർശിച്ചത് തെറ്റ്. നിനക്ക് എന്റെ പേര് പറയാൻ പറ്റൂല. നീ എനിക്ക് എന്ത് തരില്ല? റീച്ച് തരില്ലല്ലേ? നിനക്കിപ്പോ ഞാൻ റീച്ച് തരാടാ. എനിക്ക് പറയാ, ഞാൻ അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാറില്ല. നമ്മള് ഈ റീച്ച് കൂടിയവരെ കുറഞ്ഞവരെ നോക്കി പാർഷ്യാലിറ്റി കാണിക്കുന്ന പതിവില്ല. ദാസേട്ടനും വൈഫും തെറ്റി, വൈഫും രേണുവിനെ തല്ലി. ഒരു മലരൻ യൂട്യൂബർ, അവന്റെ പേര് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. വേണ്ട, രക്ഷപ്പെടുവോ? അതായത് ആ തമ്മനയിൽ വെച്ച് ഞാൻ തന്നെ. അപ്പം എന്തായാലും കിട്ടാൻ യോഗ്യനുമാണ്, അങ്ങനെ കിട്ടാൻ യോഗ്യനുമാണ്. വീഡിയോക്കകത്ത് പറഞ്ഞില്ല, വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാറിയുടെ ഭാര്യ മിക്കാറും അവനെ ഇട്ടിട്ട് പോകുന്നു. അല്ല, ഇട്ടിട്ട് പോയെന്നല്ല, ഇട്ടിട്ട് പോകുന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇങ്ങനെയാണെങ്കിൽ, കാരണം ഇമാതിരി അപരാധം കാണിച്ച് ഏത് പെണ്ണാടാ അവന്റെയൊക്കെ കൂടെ നിൽക്കും? ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, വ്യക്തമായിട്ട് ചോദിച്ചത്. അല്ലാതെ അവന്റെ ഭാര്യ പോയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞ. ഇങ്ങനെയാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഈ നായ മോൻ പറയുന്നത് എന്താ ഒരു മലരൻ യൂട്യൂബർ. അതും പോട്ടെ, ഞാൻ എന്തായാലും തേങ്ങ പറയട്ടെ. ഇതിന് ശേഷവും പറയുന്ന എന്താ, അവൻ എന്റെ പേര് പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു. ചറ്റ എനിക്ക് പോടാ, നീ എന്റെ പേര്. ഇങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോയിലുള്ളത്. ഞാൻ വിചാരിച്ചൊരു മാന്യമായ വീഡിയോ ആയിരിക്കും. തുപ്പലും പറിക്കലും ഒക്കെ ഉണ്ട്. പറഞ്ഞു ഞാൻ യശപ്പിരും, നീ കൊണ്ടുവച്ച് വരാ. നിന്റെ ഊള വർത്താനം മറ്റേ കുണച്ച് ഇതും കൊണ്ട് അങ്ങോട്ട് അടിക്കാൻ നിന്നാ മതി. നീ പറഞ്ഞ് എനിക്ക് ഇനിയിപ്പോ ഉണ്ടാക്കണ്ട, അങ്ങനെയാണെങ്കിൽ നീ പറയണ്ട കേട്ടാ. ദാസേട്ടൻ, നീ എവിടത്തെ ഏട്ടണ്ടാ ദാസനെ? നീ എവിടത്തെ? ഒരു അരമണിക്കൂർ തന്നെ ദാസനെ എയറിൽ കയറ്റുന്ന ഒരു വീഡിയോ ആണിത്. കണ്ടന്റ് അങ്ങ് തമ്മിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഏട്ടൻ, നീ ആരുടെ ഏട്ടൻ? സ്വന്തമായിട്ട് വിമൽകുമാർ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന അപരാധിയാണ് അവൻ. ഏട്ടൻ പോലെ നീ ഒന്ന് കോപ്പല്ല, നീ വെറും ദാസൻ, അത്രേ ഉള്ളൂ. നീ ദാസൻ, തീർന്നു. മനസ്സിലായോ? ദാസായി. എടാ ദാസ പോടാ, ദാസായി ഇറങ്ങിയിരിക്കണം അവൻ. ഞാൻ ഏട്ടൻ പോലെ ആടി കവാലം നോക്കി എടുക്കണം. അവൻ എനിക്ക് റീച്ച് ഉണ്ടാക്കി തരത്തില്ലെന്ന്. നിനക്ക് ഞാൻ റീച്ച് ഉണ്ടാക്കി തരാടാ ദാസേ. നീ കോട്ട എന്നെ കൊണ്ട് പറയിപ്പിക്കലോ വാതുറപ്പിക്കലോ വെറും തറയാണ് നിന്നെക്കാളും. അത് സൈഡിൽ നടണം പറഞ്ഞേട്ടാ. അനി ദാസേട്ടന്റെ വൈഫിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. നിനക്ക് നാണമുണ്ടാ? ചോദിക്കണില്ല, ഇല്ലെന്നറിയാം. പോട്ടെ, അതിലോട്ട് വരാം. എല്ലാം ശ്രദ്ധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ കുഴപ്പമില്ല. അതിലോട്ട് ഇനിയിപ്പോ ഒരു വരവുണ്ട്. ഇതൊന്നാം തരം വരവായിരിക്കും. നമ്മളെല്ലാവരും കണ്ടതാ. പക്ഷെ ഇതുപോലെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളെ പറ്റി സംഭവിക്കാന്ന് പറയുന്ന സമയത്ത് ഈ പേര് പറഞ്ഞാൽ പോരാ ആൾക്കാർ. എടാ, നിന്റെയൊക്കെ ഭാര്യ എങ്ങനെയാണ് നിന്റെ അടുത്തൊക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം. നിനക്ക് ഭാര്യ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടെങ്കിൽ എങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത്ര അപരാധം കാണിച്ചുകൊണ്ട് നടക്കുന്ന നിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും പെണ്ണ് കൂടെ ജീവിക്കൂ? എന്നെ കൊണ്ട് വാ തുറപ്പിക്കല്. ദാസാ എടാ ദാസാ, എടാ വിജയ, എന്താടാ വിജയ? ദാസൻ കൊള്ളാം ആള്, ദാസൻ. എടാ പോടാ, സ്വന്തം നാടിനു കൂടി അപമാനം ഉണ്ടാക്കാനായിട്ട് ആ പേരും കൂടി എടുത്ത്
മെയിനായിട്ട് ഈ വീഡിയോ ദാസനുള്ളതാണ്. ദാസൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, മലരെന്ന് എന്തെന്തോ അടുത്ത വീഡിയോക്ക് നിനക്ക് റീച്ച് തരൂല എന്നെന്തോ പറഞ്ഞു. അതുകൊണ്ട് മെയിൻലി ദാസനെയാണ് എയറിൽ കയറ്റുന്നത് ഈ വീഡിയോ. ഇൻസ്റ്റയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവനെ ഇനി ഒരുത്തനും ദാസേട്ടൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ദാസൻ. മനസ്സിലായ? ദാസൻ അത്രേ ഉള്ളൂ. ദാസടേ എന്താ കടിക്കണ ചൊറിയണ ഉപ്പിലിട്ട് പോയി നിന്റെ ചാമാനം. എന്റെ അടുത്ത് ചൊറിയാൻ വരല്ലേ? എനിക്ക് എന്റെ പേര് പറഞ്ഞ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ വിട്, അത് വിട്, അടുത്തയിലോട്ട് നമുക്ക് പോവാം. കോമഡി പറയാതാടാ ദാസ. കണ്ടില്ലേ, നിനക്ക് ആരെങ്കിലും ഷെയർ ചെയ്ത് തരും. എന്തായാലും എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ദാസന് എന്റെ വീഡിയോ അവന്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അവൻ കാണണം കാട്ടവരാധികമായി. ഓ, എനിക്കിട്ടുണ്ടാക്കണം. നീ പോടാ ഊളെ. എനിക്ക് ചൊറിഞ്ഞു കേട്ടാ. ഞാൻ മതി, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ ബിഗ് ബോസിൽ രേണു കിടന്ന് എനിക്കിട്ട് കൊണയടിച്ച് അവള് കയറിപ്പോയി. ഈ ബിഗ് ബോസിൽ നീ കയറിപ്പോ. ഓ എനിക്കറിയാം. പോയി എവിടെ അണ്ണാ എല്ലാരും ബിഗ് ബോസിൽ പോകുന്നു. പോണ്ടേ? അണ്ണനും പോണ്ടേ? പോണ ദാസം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുറക്കാൻ. അത് പറഞ്ഞാൽ എന്തായാലും സത്യമാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഫുൾ. ഫേസ്ബുക്ക് തുറഞ്ഞാൽ അത് ഫേസ്ബുക്ക് തുറക്കാറില്ല. യൂട്യൂബ് ഫീഡ് ഫുൾ രേണുസുതി. ഇത് ഒരു പുതിയൊരാൾ കൂടെ വന്നിട്ടുണ്ട്. ഫുള്ള് സിനിമ പിടുത്തമാണ്, ഷോർട്ട് ഫിലിം പിടുത്തം. ഇതൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇവര് വിളിച്ചു വരുത്തിയാണ് കുറച്ച് കണ്ടന്റ് ക്രിയേറ്ററിനെ. എന്നിട്ട് അവര് ചുമ്മാ ഒരു 10-500 ക്ലിപ്പ് നിരത്തിയിടും. എന്തൊക്കെയാണ് ഇടുന്നതെന്ന് അറിയില്ല. ഫുള്ള് അപരാധം. ഫുള്ള് അതെ അപരാധം. ഈ റണാസുണയുടെയും ഈ ദാസന്റെയും പ്ലജീഷിന്റെയും ഒക്കെ അപരാധമാണ് ഇതിന്റെ അകത്ത് മൊത്തം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പുതുതായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ആരെ? അതിന്റെ ഡയറക്ടർ, ഒരു നീക്കോലി. അതാണ് ഇതെല്ലാം പടച്ചു വിടുന്നതെന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം. മനസ്സിലായ? മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കുറച്ച് ആളുകളുണ്ട്. ഈ അലൻ ജോൺസ്, പെരേരെ, അവരുടെ ഒരു ടീം, ഇവരുടെ ഒരു ടീം. ഈ 2 ടീമും നിറഞ്ഞിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും. എന്താ വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കുകയാണ് ഊളകള്, വാഴകള്, വട്ടോളികള്. അയ്യോ, ഒരു ദിവസം വലിയ രേണുഷിനെ കാണട്ടെ ദിവസം ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കില്ലെന്ന്. എന്നെ കണ്ടിട്ടാണ് ഗീരാവത്തിനാണ് കാണാൻ പറ്റിയ ജാതാന്. എന്നെ എടി നീ എന്തിനാടി പേടിച്ചാടി? ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് ബോക്സ് ഫുൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കമന്റ് ബോക്സ് നോക്കിയപ്പോ എല്ലാം ഓഫ് ചെയ്ത് വെക്കുക നിരത്തി. നാട്ടുകാർ വന്നിട്ട് പോങ്കാലായിട്ട് തള്ളാക്കി വിളിച്ച് തള്ളാക്കി വിളിച്ച് വിടുക. കാരണം അത് അപരാധമാണ് കാണിക്കുന്നത്. ഓരോരുത്തന്മാരെ എടുത്തിട്ട് ഉരുട്ടി പെരട്ടി ആൽബം ഷൂട്ട്. അത് ശരിയാണ്. എല്ലാവർക്കും ഒരു കണ്ടന്റുമാണ് രേണുസുതി എന്ന് പറയുമ്പോൾ. അവള് വല്ല കോപ്പറായി കാണിച്ചു വെക്കും. ഇവർക്കൊക്കെ ഒരു കണ്ടന്റ്. ചില റിയാക്ഷൻ വീഡിയോസ് കണ്ട് രേണുസുതി മാത്രം അവരുടെ ഫുൾ എല്ലാ ദിവസവും. അങ്ങനെയും കുറച്ചു പേര് ജീവിക്കുന്നു എന്ന് പറഞ്ഞ അതൊരു വഴി കൂടി നടക്കുന്നുണ്ട്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ ഓരോരുത്തന്മാരെ പിടിച്ചും വലിച്ച് അവന്റെ അവിടെയൊക്കെ കെട്ടി പിടിച്ച് അഴിഞ്ഞാടി നിൽക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലിടുക. പൊങ്കാലിട്ട് തുടങ്ങി തന്നെ നൈസായിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് മര്യാദ ഇരിക്കുക. എന്തായാലും പുന്നാര മോളെ, നിനക്കുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ നിന്നെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരടക്കം നിന്നെ ഇന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും ചെളിവാരി അടിച്ചുകൊണ്ടും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. കാരണം നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള അപരാധങ്ങൾക്കുള്ള മറുപടി ജനങ്ങൾ തിരിച്ചടി തന്നു തുടങ്ങിയിട്ടുണ്ട്. കുറെ പേര് നമ്മളൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവര് ഇപ്പൊ മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നീ കാണിക്കുന്ന കോപ്രായങ്ങളും പേക്കൂത്തുകളും എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇൻഡാസ് വാങ്ങിച്ച് കൂട്ടിക്കോ. ഇതിലൊന്നും പറയാനില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ. ഇതൊക്കെ ഓക്കെ, റൂമിൽ നിന്ന് ചെയ്തെടുന്നത്. അതൊന്നും പറയില്ലേ. അഴകാണ് റസിന. എന്നാലും ഞാൻ കാത് ചെയ്യപ്പാറ കണമൂട് കയ്യാണമോ റഷി കിട്ടും. നീ കാതൽ ചെയ്യാൻ പോറ കിട്ടും. ഇപ്പൊ കിട്ടും. ഓ എന്തോ ഇത്
റഷി ഞാൻ പാടിത്തരാം. നമുക്ക് ഒറിജിനൽ ആണ്, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാടാം. വേണ്ട. അഴകാണ് ഡ്രസ് ഹൈദരാലി എന്നാണ് വിചാരം. അടുത്തത് അപരാധം അതാണ് ഇവിടെ നടക്കുന്നത്. സത്യം സീരിയസിൽ പറയാലോ. ഓഫ് ആക്കാനാ ദാസം പറയും. ബിഗ് ബോസിലെ എന്റെ സീസൺ 7 ഒരു കണ്ടസ്റ്റന്റിന്റെ കമ്മലാണ്. ഈ കണ്ടസ്റ്റന്റ് വന്ന് കമന്റ് ഇടുക. ആരാണ് ഞാൻ പറയാ? അല്ല ലക്ഷ്മി അല്ല. അനുമോളെന്ന് പറഞ്ഞ മുഖം പോയ പോക്ക്. അനുമോളെന്ന് പറഞ്ഞപ്പോ അവളെ മോന്താക്കിയതണ്ട. അനുമോളെന്ന് പറഞ്ഞ നമുക്ക് പിടിക്കും. എന്താ പ്രശ്നമുണ്ട്? ഇല്ല എടി, നിന്നെക്കാളും എന്തുകൊണ്ടും 100% ക്വാളിറ്റി ഉള്ള ഒരാളാണ് അനുമോള്. നിനക്ക് ക്വാളിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -510. അതാണ് നിന്റെ ക്വാളിറ്റി. അതാണ് നിന്റെ ക്വാളിറ്റി. ശൈത്യ, നല്ല പേര്. കട്ടപ്പ ശൈത്യ. പണ്ടത്തെ കാര്യങ്ങൾ ഇവള് തന്നെ എല്ലാവരെയും കുത്തിപ്പോക്കുന്നു. ഓൺ ഫ്ലവർ. പഴയതൊന്നും ഓർമ്മിപ്പിക്കല്ലേ, മനസ്സിലാ കേറി വരുക. ശൈത്യയുടെ കമ്മല് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് അനുമോളെന്ന് പറഞ്ഞപ്പോൾ അവളെ ചൊരുക്ക് ചെയ്തണ്ട. അനുമോളെടുത്ത് മുട്ടാൻ പോയി, അതോടെ വീണ്ടും ഏറിയൊക്കെയാണ്. ചുമ്മാ ഇരുന്നവരൊക്കെ ചൊറിഞ്ഞു ഏറുന്ന വാങ്ങിച്ച് കയറി പൊക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവളുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരി ശാരികയെ നിന്നെ കാണാൻ താരകം താഴെ വന്നില്ലെങ്കിൽ ഞാൻ വരുത്തും. എന്തായാലും നിന്റെ കോമാളിത്തനത്തിനുള്ള മറുപടി ഇപ്പൊ ഞാൻ തരാം. ആ സ്ത്രീ സന്തോഷമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന സന്തോഷമായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഇപ്പൊ നമുക്ക് കാണാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അതെ, വളരെ കഷ്ടപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയും അന്തസ്സായിട്ട് പണിയെടുത്ത് നടക്കുന്നു. നല്ല പണിയാണ്. പണിയെടുക്കുന്ന പണികളൊക്കെ ശാരിക കാണുന്നുണ്ടോ? ശാരിക കാണുന്നുണ്ടോ അവൾ എടുക്കുന്ന പണിയൊക്കെ? നല്ല ഒന്നാം തരം പണികളാണ്. അവളല്ല പണിയെടുക്കുന്നത്, ദാസേട്ടൻ അവളെയാണ് എടുക്കുന്നത്. ഇതിന്റെ ഒരു ക്ലിപ്പ് തന്നെ താഴെ കാണുന്നുണ്ടല്ലോ. 3-4 പേരെടുത്തിട്ട് പണിയുന്നു. അതാണ് പണി. മനസ്സിലായ? നല്ല ഒന്നാം തരം പണി. ഒയ്യോ നാണം ഉണ്ടാ ഇവളൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നോണ്ട് നിനക്കൊക്കെ വീണ്ടും വരാൻ ഉളുപ്പില്ലാത്ത വർഗങ്ങള്. നിന്നെ മതി. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ഏറ്റവും വലിയ തറ വർഷനുമായിട്ട് ആണ് അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നതിന് മലയാളത്തിന്റെ എന്നല്ല ഏതൊരു ഭാഷയുടെ ഏറ്റവും വലിയ തറ വെർഷൻ ഇട്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ. കാരണം അമ്മാതിരി ഇവരെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയം വീഡിയോ ചെയ്യാം. ആണ് അവരുടെ പുറകെ പോകും. നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ എവിടെയൊക്കെ നടക്കുന്നു. ഭൂഗോളത്തിന്റെ സ്തംഭനം ഭൂഗോളം അവിടെ നിൽക്കട്ടെ. നല്ല നല്ല കോണ്ടന്റ്സ് വേറെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അത് ശരിയാട്ടെ. അത് നീ പറഞ്ഞത് പോയിന്റ്. അത് പോയിന്റാണ് ഗൈസ്. നല്ല കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇവരുടെ പേക്കൂത്ത് കാരണം അതൊന്നും ഫ്രണ്ടിലോട്ട് വരുന്നില്ല. മനസ്സിലായി? ഇവരുടെ പേക്കൂത്ത് എല്ലാവരും പെട്ടെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ മറ്റേ കണ്ടന്റ് ഒക്കെ ബേക്കിലോട്ട് പോവുകയാണ്. ഇത്രയും ചീഞ്ഞളിഞ്ഞ ഒരു കോണ്ടന്റ് വേറെ ഇല്ല. നല്ല നല്ല കോണ്ടന്റ്സ് വേറെ ഉണ്ട്. പിന്നെ ഇവളുടെ കോണ്ടന്റ്സ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവളുടെ കോണ്ടന്റ്സ് എടുത്ത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് കാണാനും വലിയ ഇഷ്ടമാണ്. പിന്നെ ഇവളുടെ നാർത്തനങ്ങൾ വലിച്ച് പൊളിച്ച് അടിക്കും. അത് കോപ്പുള്ള പേരും മറന്നല്ല. ഇപ്പോ സോഷ്യൽ മീഡിയയിലാണ് അത് പോസിറ്റീവ് സമരമാക്കി മാറ്റുക. അതാകുമ്പോ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. എന്തിനാണ് നമ്മുടെ വളർന്ന സമൂഹത്തെ നശിപ്പിക്കുന്നത്? അത് നിന്റെ കൂട്ടുകാരി എടുത്ത് പോയി നീ പറ, വളർന്നു വരുന്ന സമൂഹത്തിനെ എന്തിനാണ് നശിപ്പിക്കുന്നതെന്ന്. കാരണം ഇമാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടി വളർന്നു വരുന്ന സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കൂട്ടുകാരിയാണ്, വേറെ ആരുമില്ല. അതായത് ഈ മനസ്സിലാക്കിയിട്ട് കൊണയടക്ക് കേട്ടാ. സ്കൂളോളക്കടത്തിന്റെ പളന്തടം മനസ്സിലാണെന്ന്. അടുത്ത് കൂട്ടുകാരിയുടെ കൊണ കേൾക്കാം. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവരിരുന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടും. ഓക്കെ, 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇടും. ആയിക്കോട്ടെ, അത് ശരിയാണ്. എന്തായാലും നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് ഇത് കൊണ കാണാനല്ല, വേറെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കാണാനാണ്. പക്ഷെ ഫ്രണ്ടിലോട്ട് വരുന്നത് ഇതല്ലേ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നമുക്ക് അടുത്ത് നല്ല നല്ല ക്ലിപ്പ് വല്ലതും ഉണ്ടോ നോട്ട്. കൊണച്ചിറങ്ങും. എങ്ങനെ ഇറങ്ങും? കൊണച്ചിറങ്ങും. പറന്നിറങ്ങാൻ പറ്റിയ ജാതന എനിക്ക് പാടി വായിക്കണം. കമന്നിടന്ന് ഉറങ്ങടി. പൈസ ആൽബങ്ങൾ ചെയ്ത് 14-15ഓളം ആൽബം അഭിനയിച്ചു. എല്ലാം സൂപ്പർ ഹിറ്റ്. മെഗാസ്റ്റാർ നെക്സ്റ്റ് പാടി. 15-16 ആൽബങ്ങൾ ഞാൻ അഭിനയിച്ചു. എന്നാ ആൽബം? ഗീരവത്ത്
കീര വിത്ത് വെച്ചായി. കീര വിത്തും എല്ലാ വിത്തും ഉണ്ട്. ഓക്കെ ഓക്കെ. വണ്ടി ഓടിക്കാം. അവനോട് ഞാൻ പറയും, എടാ ഉറക്കം വരുവാണെങ്കിൽ സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങിപ്പോയി. ഉറക്കം അടച്ച് ഡ്രൈവർമാർ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്, ഓടിക്കാത്തതാണ്. ഞാൻ പ്ലെയിൻ ഓടിച്ചിട്ടുള്ള ടീം, എനിക്ക് അതാണ് ഓർമ്മ. ഞാൻ എയർഫോഴ്സ്. ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ടൊക്കെ പോവേണ്ടി വരും. ഇതൊക്കെ ഇഷ്ടം പോലെ കിടക്കണം, അതുകൊണ്ട് നമുക്ക് അടിച്ചോടിക്കാം. പ്രജീഷിന്റെ കാറാണോ? പണ്ടേ പഠിച്ചിട്ടുള്ള ലേണേഴ്സ് കിട്ടിയതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞാൽ മതി, വണ്ടി പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ. കണ്ണു തുറന്നാൽ ബോധം വന്നാലും ചെന്നിടിച്ചു കയറും. ഓ, പുതിയ അറിവാണ് കേട്ടാ, പുതിയ അറിവാണ്. എല്ലാരും നോട്ട് എടുത്ത് എഴുതി വെച്ചോ. റണാസുന പകർന്നു തരുന്ന അറിവാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. എങ്ങനെ പോകും? ഇങ്ങനെ. ഒക്കെ വെളുപ്പിനുള്ള യാത്രയാണ് അപകടം. എനിക്ക് തോന്നുന്നത് ഈ 4:30, 5:30 ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു 3:30 തൊട്ട് 4:30, 5:30 ഈ ഒരു സമയം എന്ന് വെച്ചാൽ മനുഷ്യന് ഗാഢ നിദ്രയുള്ള സമയം, ഒരു സൂചി കുത്തി നമ്മൾ അറിയാത്ത സമയം. ഈ സമയത്ത് കറക്റ്റ് ആയിട്ടും ഉറക്കം മസ്റ്റാണ്. ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോ അതിലിരുന്ന് ഉറങ്ങുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ഷീണം തോന്നിയാൽ വണ്ടി സൈഡിലോട്ട് നിർത്തുക, ഒരു കോഫി എന്തെങ്കിലും കുടിക്കുക, ഉറങ്ങുക. ഉറങ്ങി ഒരു അരമണിക്കൂർ ശരിക്കും ഉറങ്ങുക. ഉറങ്ങിയിട്ട് അതെ അതെ, ഉറങ്ങുക. ഉറങ്ങിയിട്ട് മാത്രം വണ്ടി ഓടിക്കുക. പറക്കേറി. അങ്ങനെയെങ്കിലും കുറെ പേര് കല്ല് പറക്കേറി. ഒരു അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ. ബൈബിൾ കർത്താവ് പറയും, നിങ്ങൾ ദയവ് ചെയ്തിട്ട് നീ ബൈബിൾ ഒന്നും എടുത്ത് പിടിക്കരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. ഇനി ബൈബിളിൽ പറയുന്നത് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. എന്തായാലും നിന്നോളം അവരാതിയല്ല, അതുകൊണ്ട് കുറച്ച് കല്ല് പറക്കേറിയെന്നില്ല ഒരു തരത്തില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എന്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമന്റ്സ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എന്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും, ഞാനൊന്നും പറയട്ടെ, നിങ്ങൾ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. അതാണല്ലോ അന്തസ്. രോമാഞ്ചം മുടി അകത്തോട്ട് പോയി രോമാഞ്ചം എഴിച്ചു പോരെ. എന്തരടെ പാപം ചെയ്യാത്തൊരു എല്ലറിയട്ടെ. കൊണ ഇത്രയും മതി കേസ്. ഇത് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും നിങ്ങൾ അവിടെ പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവർക്കൊന്നും എനിക്ക് ഉറക്കം പറഞ്ഞത് കണ്ട് ഇത്രയും സമയമായപ്പോ തന്നെ. സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറെ അധികം രേണുസുതിന്റെ വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു. മെയിനായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ. അതുകൊണ്ട് അത് തന്നെ ഒരു 1/4 മണിക്കൂർ അതിന്റെ എതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.